से आराम से। അങ്ങനെ നമ്മൾ നഗാരു ക്യാമ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ആ കാണുന്നതാണ് നമ്മളുടെ ക്യാമ്പ് സൈറ്റ്. അങ്ങനെ നമ്മളിപ്പം നഗാരു ക്യാമ്പ് സൈറ്റിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടെൻ്റ് ഉണ്ട്. അവിടെ 2 കുക്ക് ഉണ്ട്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 5-6 ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവർ ടെൻറ്റ് കൂടുതൽ പിച്ച് ചെയ്യും. ഇപ്പം ഇവിടെ ചുറ്റും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായും, ഫുള്ള് സ്നോ ആയിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. അപ്പം കുറേ ആൾക്കാർ താഴ്ന്ന് കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്കിതിന് മുകളിലേക്ക് എത്തിയപ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ ഈ ഒരു ട്രെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിം ട്രെക്കിൻ്റെ അണ്ടറിലുള്ള ട്രെക്കിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളെ കൂടെ ടോട്ടൽ 4 ആൾക്കാരുള്ളത്. ഞാനെന്തായാലും ഈ റൂട്ട് പഠിച്ചു. അപ്പം ഹിം ട്രെക്കിൻ്റെ കൂടെ ഇനിയും പുതിയ ട്രെക്കിങ്ങിൽ ക്ലയൻസിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ട്രയലായിരുന്നു ഈ ഒരു സർപ്പാസ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പം നഗാരു വരെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചുറ്റും ഫുള്ള് മൗണ്ടൻസ്, ഫുൾ സ്നോ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം ഇവിടുത്തെ ചുറ്റുപാടുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ ഉൾപ്പെടുത്താൻ നോക്കാം. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. സോ നമ്മളിപ്പോൾ വൈകുന്നേരം ഇപ്പം എല്ലാവരും സ്നോഫാളിൽ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ക്യാമ്പ് സൈറ്റ് അവിടെ ഉണ്ട്. ടെൻറ്റിൻ്റെ മുകളിലൊക്കെ സ്നോ വന്ന് തുടങ്ങി. ഇവിടെയൊക്കെ പാക്കായി തുടങ്ങി സ്നോ. നമ്മളെ മെയിൻ ഗൈഡ് രജത്ത് ബ്രോ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളെ കുക്ക് അവിടെ ഉണ്ട്, ഗൗതം ബ്രോ, എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇതാണ് മൗണ്ടൈൻ്റെ വ്യൂ ഇവിടുന്ന് ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ള. ഞങ്ങളിപ്പോൾ ഏകദേശം ആ കാണുന്ന പാറ വരെ പോയി ക്രോസ് ചെയ്ത് വന്നു. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഇവിടെ. നമുക്ക് ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇപ്പോൾ ടെൻറ്റിൻ്റെ മുകളിൽ മൊത്തം സ്നോ വന്നു തുടങ്ങി. ഏകദേശം ഇവിടെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇവിടെ മൊത്തം സ്നോ കൊണ്ട് പാക്ക് ആവാനാണ് വളരെ സാധ്യത. സോ ഇവിടെയൊക്കെ ഫുള്ള് പാക്കായി തുടങ്ങി. നിങ്ങൾ കണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ സ്നോഫാൾ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നാളെ നമുക്ക് കയറാനുള്ള റിഡ്ജ് ഈ മൗണ്ടൈനാണിത്. ഈ മൗണ്ടൈൻ്റെ മുകളിലേക്ക് കയറിയിട്ട് സർപ്പാസ് നമ്മൾ ക്രോസ് ചെയ്യണം. സോ എല്ലാവരും കുറച്ച് ആൾക്കാർ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റിലായിട്ടുണ്ട്. നമുക്കിനി പോയി ഒരു ചായ ഒക്കെ കുടിക്കണം. ഇതാണ് ഇപ്പോൾ നമ്മളെ ക്യാമ്പിൻ്റെ അവസ്ഥ. രാവിലെ എണീറ്റ് നോക്കിയപ്പം മൊത്തം സ്നോ കൊണ്ട് പാക്കായിട്ടുണ്ട് ക്യാമ്പൊക്കെ. എനിക്കാണ് ഇവിടെ മൊത്തം ഇപ്പോൾ ഫുള്ള് സ്നോ കൊണ്ട് ഫില്ലായിട്ടുണ്ട്. ഇന്നലെ പെയ്ത സ്നോവിൻ്റെ പവറാണത്. നമ്മളുടെ താഴത്തുള്ള മിൻതാച്ച് ക്യാമ്പിലും സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. പക്ഷെ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
ഇതേപോലെ സ്നോ ഫുള്ള് മൂടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് വാക്ക് ചെയ്യാൻ. അതാണ് നമ്മുടെ മിൻതാച്ച് ക്യാമ്പ് സൈറ്റ്. അപ്പോൾ അവിടെയും സ്നോഫാൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് കാറ്റുകൊണ്ട് മൊത്തം അലമ്പായിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. ഇതേ മറ്റേ ടോയ്ലറ്റ് ഫുള്ള് നമ്മളുടെ സീറ്റിൻ്റെ അവിടെ മൊത്തം ഐസ് പാക്കായി നിൽക്കുന്നുണ്ട്. നഗരം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഐസ്, ഈ സ്നോൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇറങ്ങാനുള്ളത് കുറച്ച് സ്റ്റീപ്പാണ്. ഇപ്പോൾ നമ്മുടെ ടീം മൊത്തം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ ക്യാമ്പ് സൈറ്റ് അവിടെ ഉണ്ട്, സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഗ്രൗണ്ട് വില്ലേജ്. ഇപ്പോൾ നമ്മൾ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് നഗാരൂന്ന് മിൻതാച്ചിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ ഭയങ്കര വെതർ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. ഹെവി സ്നോഫോളായിരുന്നു, പിന്നെ റെയിനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് 3 മണിയാകുമ്പം നമ്മൾ എണീറ്റ് നോക്കി. വെതർ കണ്ടീഷൻ ടോട്ടലി ബാഡായിരുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിൻതാച്ചിലേക്ക്. അപ്പോൾ ഇനി നല്ലൊരു വെതർ വരുന്ന ദിവസം, അത് നാളെ മറ്റന്നാളോ ആയാലും തിരിച്ച് സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ നമ്മളിപ്പം മിൻതാച്ച് ക്യാമ്പിൽ നിൽക്കാതെ നേരെ താഴത്തേക്ക് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നൈസിൽ ചെറിയ മഴയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജംഗിളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പം മഴ വരുന്ന സമയത്തില്ലേ, ആക്ച്വലി അത് സ്നോ ആയിട്ടാണ് വരിക. പക്ഷേ നമ്മൾ മേലിൽ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടറായിട്ട് മാറും അത്. അപ്പോൾ നമ്മളുടെ ബാഗും കാര്യങ്ങളും നമ്മളുടെ ജാക്കറ്റൊക്കെ ഫുള്ള് നനയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റെയിൻ കോട്ട് എടുത്തിട്ടത്. എന്തായാലും മുകളിൽ നിന്ന് ഒരു 4 ആൾക്കാരും കൂടെ തിരിച്ച് വരുന്നുണ്ട് താഴത്തേക്ക്. അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭയങ്കര ബാഡായിട്ടുള്ള കണ്ടീഷനാണ്. ബിക്കോസ് ഫുള്ള് ഫോഗിയാണ്, വിൻഡിയാണ്, പിന്നെ നല്ല 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 ഫുൾ പവറിൽ സ്നോയും പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഇവിടെ ചെറുതായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്.